നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായി. ഉപ്പള റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് വശത്തെ സേഫ്റ്റി ഗാർഡ് സംവിധാനം സ്റ്റേ ചെയ്തു. കർഷക പെരുമയുടെ വിസ്മയ കാഴ്ചയൊരുക്കി ജൈവ പ്രദർശനം. മേളയിൽ നിറഞ്ഞത് കാർഷിക നന്മയുടെ വ്യത്യസ്ത മുഖം. അനിൽ മാസ്റ്ററും ശിഷ്യന്മാരും ഗിന്നസ് ബുക്കിലേക്ക്. തൈക്കൊണ്ടോയിൽ കാസർഗോഡിന് അഭിമാന നിമിഷം. അധികൃതരുടെ ധിക്കാര നിലപാടിൽ വ്യാപക പ്രതിഷേധം. KWSA ധർണാ സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പള റെയിൽവേ ഗേറ്റിന് മുന്നിലെ പടിഞ്ഞാറ് വശത്ത് സ്ഥാപിക്കുന്ന സേഫ്റ്റി ഗാർഡ് സംവിധാനം സ്റ്റേ ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നായിരുന്നു സ്റ്റേ. റെയിൽവേ ഗേറ്റിലെ റോഡിൽ കൂടി വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുന്നത് നിയന്ത്രിക്കുവാനും അപകട സാധ്യത കുറയ്ക്കുവാനുമാണ് രണ്ട് വശങ്ങളിലുമായി കമാനാകൃതിയിൽ സേഫ്റ്റി ഗാർഡ് സംവിധാനം ഒരുക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംവിധാനം ഉപ്പള റെയിൽവേ ഗേറ്റ് റോഡിൽ ഒരുക്കുവാൻ തീരുമാനമെടുത്തത്. ഇതിൻ്റെ ആദ്യപടിയായി പാളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് 7.3 മീറ്റർ എന്ന കൃത്യമായ വീതിയിൽ സേഫ്റ്റി ഗാർഡ് സ്ഥാപിച്ചു. പിന്നീട് പാളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് റോഡിൽ അളവിൽ കുറച്ച് സേഫ്റ്റി ഗാർഡ് ഒരുക്കുവാൻ ശ്രമിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വെറും 3.5 മീറ്റർ അളവിൽ റോഡിനെ ചുരുക്കി നിർമ്മിക്കുന്ന സേഫ്റ്റി ഗാർഡ് വാഹനഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വതവേ തിരക്കുകൂടിയ ഈ പാതയിൽ കൃത്യമായ വീതിയിൽ സേഫ്റ്റി ഗാർഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റെയിൽവേ ഇലക്ട്രിക് ആകുന്നതുകൊണ്ട് ഇവിടെ ഇവർ ഇതിട്ടിട്ട് പോയിട്ടുണ്ട്. അവരെ സേഫ്റ്റി ഗാർഡിന് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അപ്പുറത്തെ സൈഡ് അവർ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അന്ന് ഇട്ടിട്ടാകുമ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ ആൾ കൂടിയിട്ട് പിന്നെ അതിനെ രാത്രി ഒന്ന് സ്റ്റേ ആക്കിയത്. ഇപ്പോൾ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങോട്ട് 2 വണ്ടി ഒന്നിച്ച് പാസ്സാകുന്നില്ല. 2 വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാകുന്നില്ല. അപ്പുറത്തെ ഈസ്റ്റിൽ ഈസ്റ്റിൽ ഏകദേശം വീതി ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് വിട്ട്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പാളത്തിൻ്റെ കിഴക്ക് വശത്ത് സേഫ്റ്റി ഗാർഡ് സ്ഥാപിക്കുന്നത് സ്റ്റേ ചെയ്തത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസും റെയിൽവേയും ഇടപെട്ടാണ് സ്റ്റേ നിർദ്ദേശം നൽകിയത്. 10 ദിവസത്തേക്കാണ് സ്റ്റേ നടപടി. പിന്നീട് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയതിനു ശേഷം അധികൃതർ മതിയായ തീരുമാനം കൈക്കൊള്ളും. എന്തായാലും റോഡിൽ അളവിൽ കുറഞ്ഞ വീതിയിൽ സേഫ്റ്റി ഗാർഡ് സ്ഥാപിക്കുവാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാർഷിക പെരുമയുടെ കൗതുകമൊരുക്കി കാസർഗോഡ് സംഘടിപ്പിച്ച ജൈവ പ്രദർശനം സമാപിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ച കാർഷിക സെമിനാറിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയത്. 4.5 കിലോയിലേറെ ഭാരമുള്ള മാങ്ങ ഒറ്റയടിക്ക് കണ്ടാൽ തേങ്ങയാണെന്നേ തോന്നിപ്പോകൂ. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ആയൊരുക്കിയ ജൈവ പ്രദർശനത്തിലെ താരമായിരുന്നു ഈ മാങ്ങ. നീലേശ്വരം കാർഷിക ഭവനാണ് ഈ ഭീമൻ മാങ്ങയെ പ്രദർശനത്തിന് വെച്ചത്. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കൃതിയിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായിരുന്നു പ്രദർശനം. വിവിധ ഇനം മാങ്ങകൾക്ക് പുറമെ നാടൻ നെൽവിത്തനങ്ങളായ മുണ്ടകൻ, തൊണ്ണൂറാൻ, തവളക്കണ്ണൻ, ചിറ്റേനി, ആയിരമേനി എന്നിവയുടെ വനശേഖരം തന്നെ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. ഔഷധമൂല്യമുള്ള കറുത്ത ഞവര, വെളുത്ത ഞവര തുടങ്ങി ഞവരയുടെ വ്യത്യസ്ത ഇനങ്ങൾ, ഭീമൻ കാച്ചിലും ചേനയും മരച്ചീനിയും കൂടാതെ ഞാലിപ്പൂവൻ, കദളി, ബത്തീസ, പൂവൻ, ചുണ്ടില്ലാക്കണ്ണൻ, റോബസ്റ്റ തുടങ്ങിയ വാഴക്കുലകളും പ്രദർശനത്തെ മികവുറ്റതാക്കി. കൈതച്ചക്ക, റബൂട്ടാൻ, മത്തൻ, കുമ്പളം, പുലാസൻ എന്നിവ കൂടാതെ ഔഷധച്ചെടിയായ നോനിയും പ്രദർശനത്തിന് ഉണ്ടായി. ഇവയ്ക്ക് പുറമെ പഴയകാല ഉപകരണങ്ങളായ നെല്ലിമൂട, ഏത്താങ്കൊട്ട, മുളങ്കുറ്റി, പണപ്പെട്ടി, ധാന്യപ്പെട്ടി, വെള്ളിക്കോൽ, മരത്തവി, റാന്തൽ തുടങ്ങിയവയെല്ലാം കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ചകളായി മാറി. 3 ദിവസങ്ങളിലായി നടന്ന പ്രദർശനം കാണാൻ 100 കണക്കിന് പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നിന്നുള്ള തൈക്കൊണ്ടോ അക്കാദമിയിലെ അനിൽ മാസ്റ്ററും ശിഷ്യന്മാരും ലോക റെക്കോർഡുമായി ഗിന്നസ് ബുക്കിലേക്ക്. തായ്ക്കൊണ്ടോയിലെ ചില അടവുകൾ വ്യത്യസ്തമായ ശൈലിയിൽ ദീർഘനേരം അവതരിപ്പിച്ചാണ് ഇവർ റെക്കോർഡ് നേടിയത്. 200ഓളം വിദ്യാർത്ഥികളിൽ നിന്നായി തെരഞ്ഞെടുത്ത 24 പേർക്കാണ് അനിൽ മാസ്റ്റർ പരിശീലനം നൽകിയതെന്ന് ഗ്രാൻഡ് മാസ്റ്റർ തൈക്കൊണ്ടോ അക്കാദമി പ്രസിഡന്റ് കെ തമ്പാൻ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25ഓളം വരുന്ന ഈ ലോക റെക്കോർഡ്, അതിൽ എത്രമാത്രം ആ കുട്ടികളെയും ഇതിനു വേണ്ടി ശ്രമിച്ച ഈ അവാർഡിന് അർഹനായ അനിൽ മാസ്റ്ററെയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ളത്
അത് ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. കേരളത്തിലെ പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആയോധന കലാ പരിശീലനം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായ പ്രൊജക്ടുകൾ തയ്യാറാക്കി ത്രിതല പഞ്ചായത്തുകളിൽ സമർപ്പിക്കുമെന്നും കെ തമ്പാൻ നായർ അറിയിച്ചു. 25 ഗിന്നസ് ലോക റെക്കോർഡുകൾ നേടാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗിന്നസ് റെക്കോർഡിനൊപ്പം ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണം എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ കുട്ടിയെയും തൈക്കോണ്ടോ പരിശീലിപ്പിക്കുന്നതെന്നും അനിൽ മാസ്റ്റർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അനിൽ മാസ്റ്റർ, രാജേഷ്, സുധാകരൻ, ഫിലിമോൻ സി വർഗീസ് എന്നിവർ സംബന്ധിച്ചു. അധികൃതരുടെ ധിക്കാര നിലപാടിൽ പ്രതിഷേധിച്ച് KEWSAയുടെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സമരത്തിൽ പ്രതിഷേധം അലതല്ലി. വിദ്യാനഗർ സമുച്ചയത്തിന് മുന്നിലായിരുന്നു ധർണാ സമരം. ജില്ലാ പ്രസിഡന്റ് PV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ധർണാ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വയറിംഗ് ജോലികൾ ചെയ്യാൻ കേരളത്തിൽ വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ ലൈസൻസ് സമ്പ്രദായം നിലവിലുണ്ട്. എന്നാൽ ഈ ലൈസൻസ് കൊണ്ട് വയറിംഗ് തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള ഗുണം ലഭിക്കുന്നില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കാലാകാലങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കുന്നതിന് ഭീമമായ തുക അടക്കേണ്ടി വരുന്നുണ്ട്. അതിനെക്കുറിച്ചും അതുപോലെയുള്ള മറ്റ് പല ആവശ്യങ്ങളും, അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വൈദ്യുതി വിതരണത്തിൽ ഏകീകരിച്ചൊരു നിയമം ഇതുവരെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥയാണ്. നിയമം പുസ്തകത്തിലുണ്ടെങ്കിലും ഓരോ സെക്ഷൻ ഓഫീസുകളിലും പൊതുജനങ്ങൾക്കും വയർമേമാർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഷാജി ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TV കുമാരൻ, കൃഷ്ണൻ കൊട്ടോടി തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു. ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. സർക്കാർ നിഷേധാത്മകമായ നിലപാട് തുടർന്നാൽ സമരം ശക്തമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. സ്വതന്ത്ര സമര സേനാനിയും മഹാകവിയുമായ കയ്യാർ കിഞ്ഞണ്ണറയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ജൂൺ 8 തുടക്കമാവും. കിഞ്ഞണ്ണറയുടെ വസതിയായ ബദിയടുക്കിയിലെ കവിതാ കുടീരത്തിൽ നടക്കുന്ന പരിപാടി കർണാടക സ്പീക്കർ DH ശങ്കരമൂർത്തി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി KC ജോസഫ്, കർണാടക മന്ത്രിമാരായ വിനയകുമാർ സൊർക്കെ, അഭയചന്ദ്ര ജെയിൻ, UT ഖാദർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച പമ്പ പ്രശസ്തി ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കിഞ്ഞണ്ണറയ്ക്ക് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കന്നഡ ഭാഷയ്ക്ക് പുതിയ ഭാവം നൽകിയ ഒരു മഹാകവിയാണ് കയ്യാർ കിഞ്ഞണ്ണറൈ. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷം അടുത്ത മാസം 8 ജൂൺ 8 കവിതാ കുടീരത്തിൽ, അതായത് നമ്മുടെ കയ്യാർ കിഞ്ഞണ്ണറയുടെ വസതിയിൽ വെച്ച് വിപുലമായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 8 നടക്കുന്ന ഈ മഹാപരിപാടിയിൽ കേരളത്തിലെയും കർണാടകയിലെയും മന്ത്രിമാർ, സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ നാനാതുറകളിലെ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കാൻ വേണ്ടി എത്തും. ആഘോഷ സമിതി ഭാരവാഹികളായ മാഹിൻ കേലോട്ട്, കർണാടക നാടക അക്കാദമി അംഗം ഉമേഷ് ശാലിയാൻ, പ്രസന്ന റൈ, K ദുർഗാപ്രസാദ് റൈ, കേളു മാസ്റ്റർ, രാജേഷ് ആൾവ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മാളിക മൈതാനിയിൽ കുട്ടി ക്രിക്കറ്റിന്റെ കുട്ടിപ്പൂരം. ആവേശത്തിരയിലേക്ക് ഭാവിക്കര പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരം സമാപിച്ചു. ഫൈനലിൽ സാസ് ഫൈറ്റേഴ്സ് എക്സ്ട്രീം ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. ഭാവിക്കര യൂത്ത്സിന്റെ ആഭിമുഖ്യത്തിലാണ് മാളിക മൈതാനിയിൽ ക്രിക്കറ്റ് വിരുന്ന് അരങ്ങേറിയത്. ക്രിക്കറ്റിന്റെ മുന്നോടിയായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിന് പുറത്ത് ഫ്ലക്സ് ബോർഡുകൾ സജീവമായിരുന്നു. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇമേജുകളും പ്രചരിപ്പിക്കപ്പെട്ടു. കിങ്സ് ഇന്റർനാഷണൽ ഒമാൻ, ആർമി സ്ട്രൈക്കേഴ്സ്, എക്സ്ട്രീം ബ്ലാസ്റ്റേഴ്സ്, സാസ് ഫൈറ്റേഴ്സ്, കാസിനോ ഡിഫൻസ്, അജ്മാൻ വേവ് റൈഡേഴ്സ് എന്നീ 6 ടീമുകളാണ് മാറ്റുരച്ചത്. പൂർണ്ണമായും ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാതൃകയിൽ നടന്ന ടൂർണമെന്റിലേക്ക് ലേലത്തിലൂടെയാണ് കളിക്കാരെ തെരഞ്ഞെടുത്തത്. മത്സരത്തിന്റെ മുന്നോടിയായി ബോവിക്കാനം ടൗണിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. പ്രതിഭാധനരായ സാസ് ഫൈറ്റേഴ്സിനെ നേരിടുമ്പോൾ രണ്ടാം മത്സരത്തിൽ സൈന്യത്തിന്റെ പോരാട്ട വീര്യമുള്ള ആർമി സ്ട്രൈക്കേഴ്സ് അട്ടിമറി വീരന്മാരായ എക്സ്ട്രീം ബ്ലാസ്റ്റേഴ്സുമായി മാറ്റിവെക്കുന്നു. 6 ടീമുകൾ തമ്മിൽ മാറ്റുരച്ച മത്സരത്തിൽ സാസ് ഫൈറ്റേഴ്സും എക്സ്ട്രീം ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് കലാശക്കളിക്ക് അർഹത നേടിയത്. ഫൈനലിൽ എക്സ്ട്രീം ബ്ലാസ്റ്റേഴ്സിനെ 39 റൺസിന് തോൽപ്പിച്ച് സാസ് ഫൈറ്റേഴ്സ് ചാമ്പ്യന്മാരായി.
ഫൈറ്റേഴ്സ് ക്യാപ്റ്റൻ ഫയാസിനെ മാൻ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുത്തു. മികച്ച ബാറ്റ്സ്മാനായി അജ്മലിനെയും മികച്ച ബൗളറായി റസലിനെയും മികച്ച വിക്കറ്റ് കീപ്പറായി ഉസ്മാനെയും തിരഞ്ഞെടുത്തു. നിസാമാണ് മികച്ച ഫീൽഡർ. ടൂർണമെന്റ് നേരത്തെ മുൻ കേരള താരം മുഹമ്മദ് അലി ഫത്താഹ് ഉദ്ഘാടനം ചെയ്തു. ഒരു രാവിനെ പകലാക്കി നടന്ന മത്സരം നാട്ടിന്റെ ഉത്സവമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കീഴൂർ ശ്രീ കളരിയമ്പലം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം മെയ് 31 മുതൽ ജൂൺ 5 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 രാവിലെ ചന്ദ്രഗിരി ശ്രീ ചന്ദ്രശേഖര ക്ഷേത്രം ചെമ്പരിക്കയിൽ നിന്നും പുറപ്പെടുന്ന കലവർ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുന്നത്. അന്ന് രാത്രി ശില്പി ടി വി ശശിധരൻ ചാലിങ്കാലിന്റെ മഹനീയ കാർമ്മികത്വത്തിൽ കുറ്റിപൂജ നടക്കും. 31 വൈകുന്നേരം 3:30 ബ്രഹ്മശ്രീ ഉച്ചില്ലത്ത് കെ.ഒ. പത്മനാഭ തന്ത്രി അവറുകൾക്കും മറ്റു തന്ത്രിവര്യന്മാർക്കും പൂർണ്ണ കുംഭകത്തോടുകൂടി വരവേൽപ്പ് നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടി അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏതാണ്ട് 60 കൊല്ലങ്ങൾക്ക് ശേഷം കീഴൂർ കളരിയമ്പലം ഒരിക്കൽ കൂടി പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. മെയ് 31 മുതൽ ജൂൺ 5 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ താന്ത്രിക കർമ്മങ്ങളിലൂടെ ഇത് സാക്ഷാത്കരിക്കപ്പെടും. താന്ത്രിക കർമ്മങ്ങൾ കൂടാതെ കലാപരിപാടികളും പ്രഭാഷണ പരമ്പരകളും അനുഷ്ഠാന കലകളും സൗഹൃദ സംഗമങ്ങളും ആചാര്യന്മാരെയും കലാകാരന്മാരെയും ആദരിക്കൽ എന്നിവയെല്ലാം ഈ ബ്രഹ്മകലശോത്സവത്തിൻ്റെ ഭാഗമാണ്. ബ്രഹ്മകലശോത്സവ വർക്കിംഗ് ചെയർമാൻ കുഞ്ഞിക്കണ്ണൻ, ജനറൽ കൺവീനർ പുരുഷോത്തമൻ, ക്ഷേത്രസമിതി പ്രസിഡന്റ് സുനിൽ മാങ്ങാട്, സെക്രട്ടറി കെ രാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മഹാകവി പിയുടെ 36ാം ചരമദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പ്രകൃതിയും മനുഷ്യനും വേറിട്ട് നിൽക്കുന്നതല്ല എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മഹാകവി പി എന്ന് ഡോക്ടർ സുനിൽ പി ഇളയിടം അനുസ്മരിച്ചു. പുതിയ കാലത്തിന്റെ നെറുകയിൽ നിന്നും അതിനെ തിരിച്ചറിയുക എന്നത് ശ്രമകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ പലപാട് ശ്രമിച്ചെങ്കിലും അത് വിജയിക്കുകയുണ്ടായില്ല എന്ന് അദ്ദേഹം ഒരിടത്ത് എഴുതുന്നുണ്ട്. അതേസമയം അദ്ദേഹം പാവങ്ങൾ വലിയ തോതിൽ ആദരവോടെ വായിച്ച ഒരാളാണ്. പാവങ്ങളെ കുറിച്ച് മാരാർ എഴുതിയ ഒരു വാചകം അധ്യാത്മരാമായണം പോലെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് വായിക്കേണ്ട ഒരു കൃതിയാണ് പാവങ്ങൾ എന്നാണ്. പക്ഷെ നിങ്ങൾ ലോകത്ത് എഴുത്തിന്റെ ചരിത്രം എടുത്താൽ പാവങ്ങൾ എന്നത് ലോക നോവലിൽ താരതമ്യേന ദുർബലമായ രചനകളിൽ ഒന്നായിട്ടാണ് മനസ്സിലാക്കപ്പെടുക. യുദ്ധവും സമാധാനവും ആകട്ടെ മനുഷ്യഭാവനയുടെ കാലത്തെയും വലിയ ആവിഷ്കാരങ്ങളിൽ ഒന്നായിട്ട്. അതുകൊണ്ട് മാരാരുടെ മൂല്യനിർണ്ണയം വാസ്തവത്തിൽ ശരിയാണ് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ എളുപ്പം മനസ്സിലാവും. സമിതി വർക്കിംഗ് ചെയർമാൻ പി കുഞ്ഞിരാമൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചിത്രോത്സവത്തിന്റെ സമ്മാനദാനം ആർട്ടിസ്റ്റ് ടി രാഘവൻ നിർവഹിച്ചു. സമിതി ജനറൽ സെക്രട്ടറി പ്രൊഫസർ വി ഗോപിനാഥൻ സ്വാഗതവും സെക്രട്ടറി സി പി ശുഭ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കൂലിക്കുടിശ്ശിക, പിഴപ്പലിശയടക്കം ഉടൻ വിതരണം ചെയ്യുക, ദിവസവേതനം 320 രൂപയാക്കുക, തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുക, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി സമഗ്രമായി നടപ്പാക്കുക, കാർഷിക മേഖലയെ ഒഴിവാക്കിയ നടപടി പിൻവലിക്കുക, പെൻഷൻ, ക്ഷേമനിധി എന്നിവയ്ക്ക് സമഗ്ര പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. ഉപരോധ സമരത്തിന് മുന്നോടിയായി നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് RDO ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ നിർമ്മാണ മേഖലയിലായാലും മറ്റു രംഗത്തായാലും 500-600 രൂപ കൂലി കിട്ടുമ്പോൾ അവർക്ക് യഥാർത്ഥം ഇങ്ങോട്ട് വരാൻ കഴിയത്തില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റു മേഖലയിൽ പോകാനാവൂല. അതുകൊണ്ട് ചുരുങ്ങിയ കൂലിക്ക് ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയാണ്. മതിയായത് കൊണ്ടല്ല, തുല്യ ജോലിക്ക് തുല്യവേതനം വേണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റ് ചുരുങ്ങിയ വേതനമാണ് നിശ്ചയിച്ചെങ്കിൽ അത് കൊടുക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വർധനവിനനുസരിച്ച് DAയുടെ വർധനവിനനുസരിച്ച് അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 320 രൂപ കൂലി കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം ഇനിവുമായിട്ടുള്ളത്. ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ, M രാജഗോപാലൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, K ചന്ദ്രൻ, കണ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. M രാജൻ സ്വാഗതം പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. ഫ്രണ്ട്സ് ഭാവികരയുടെ ആഭിമുഖ്യത്തിൽ വോളി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ഞായറാഴ്ച ഭാവികര മാളിക മൈതാനിയിലാണ് മത്സരം. ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. മധൂർ പട്ലയിലെ കരാറുകാരനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ യുവാവ് അറസ്റ്റിൽ. പട്ലയിലെ മുഹമ്മദ് അസ്അറുദ്ദീനാണ് അറസ്റ്റിലായത്. ഷാഡോ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിജിലൻസ് കമ്മിറ്റി ജില്ലാതല യോഗം 30-ന് നടക്കും.
വൈകിട്ട് 3:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. ഗവൺമെന്റ് കോളേജിൽ വേനലവധിക്ക് ശേഷമുള്ള ക്ലാസുകൾ ജൂൺ 9 തുടങ്ങും. പ്രിൻസിപ്പളാണ് ഇക്കാര്യം അറിയിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മഴക്കാല പൂർവ്വ രോഗ പ്രതിരോധ പ്രവർത്തനത്തിന് തുടക്കമായി. ശുചിത്വ പരിപാടിയുടെ ഉദ്ഘാടനം മാവുങ്കാലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീമ ടീച്ചർ നിർവഹിച്ചു. മഴക്കാലം വരാൻ ഈ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. അതിനു മുമ്പേ തന്നെ പല രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം അജാനൂർ പഞ്ചായത്ത് പലവിധ പദ്ധതികൾ മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടി നടപ്പിലാക്കുകയും ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തുകയും ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ ഗ്രാമസഭയിലും അല്ലാതെയും സംഘടിപ്പിക്കുകയും നോട്ടീസുകൾ മുഖേന ഓരോ വീടുകളിലും ആവശ്യമായ നിർദ്ദേശങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും ജില്ലാതലത്തിലുള്ള അവലോകന യോഗങ്ങളിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ട് പോലും അജാനൂർ പഞ്ചായത്തിലാണ് ഡെങ്കിപ്പനി സാധ്യതാ ലിസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അജാനൂരിൽ. പഞ്ചായത്തിലെ ആശാവർക്കർമാർ, വർക്ക്ഷോപ്പ് ജീവനക്കാർ, മാവുങ്കാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ മഴക്കാല പൂർവ്വരോഗ ശുചിത്വ പരിപാടിയിൽ സംബന്ധിച്ചു. അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV പത്മിനി ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ നാരായണൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരൻ നന്ദിയും പറഞ്ഞു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായി. ഉപ്പള റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് വശത്തെ സേഫ്റ്റി ഗാർഡ് സംവിധാനം സ്റ്റേ ചെയ്തു. കർഷക പെരുമയുടെ വിസ്മയ കാഴ്ചയൊരുക്കി ജൈവ പ്രദർശനം. മേളയിൽ നിറഞ്ഞത് കാർഷിക നന്മയുടെ വ്യത്യസ്ത മുഖം. അനിൽ മാസ്റ്ററും ശിഷ്യന്മാരും ഗിന്നസ് ബുക്കിലേക്ക്. തൈക്കൊണ്ടോയിൽ കാസർഗോഡിന് അഭിമാന നിമിഷം. അധികൃതരുടെ ധിക്കാര നിലപാടിൽ വ്യാപക പ്രതിഷേധം. KEWSA ധർണാ സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.